Hello, good morning, sir. Good morning, all. I am here to take a seminar about ethical dilemma. So, what is mean by ethical dilemma? എത്തിക്കൽ ഡൈലമ എന്ന് വെച്ചാൽ എന്താ? അതായത് അതിൻ്റെ താഴെ പറയുന്നത് ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് എ ഡിഫിക്കൾട്ട് ചോയ്സ് ഓർ ഡിസിഷൻ ഹാസ് ടു ബി മെയ്ഡ് ബിറ്റ്വീൻ ടു ഈക്വലി ബാലൻസ്ഡ് കോഴ്സ് ഓഫ് ആക്ഷൻ obeying either of which would mean disgracing the moral principle involved in another one. അതായത് ഇതൊരു സിറ്റുവേഷനാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫേമത്തെ ഒരു സിറ്റുവേഷൻ, അതായത് ഒരു എൻ്റർപ്രണർ വന്നിട്ട് ഒരു ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ രണ്ട് ഭാഗങ്ങൾ നോക്കണം. ഒന്ന് എന്താണ്, ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിലും പ്രോഫിറ്റ് വെച്ച് നോക്കുകയാണെങ്കിലും രണ്ടും വേറെ വേറെ ഡിസിഷനാണ്. ഇതിലത്തെ ഏത് നോക്കണം, ഇതിലത്തെ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു തക്കതായ ഒരു മൊമെൻറ്റ്, നമുക്ക് ടഫസ്റ്റ് മൊമെൻറ്റ്, നമുക്ക് ഇത് ഏത് സെലക്ട് ചെയ്യണം, ഇത് ഏത് സെലക്ട് ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക, ഇതിലത്തെ ഏതാണ് ശരി, ഇതിലത്തെ ഏതാണ് തെറ്റ് എന്ന് കൺഫ്യൂസ്ഡ് മൊമെൻ്റായി നിൽക്കുന്ന ഒരു സ്റ്റേജിനെയാണ് എത്തിക്കൽ ഡൈലമ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. Characteristics of ethical dilemma. What are the characteristics of ethical dilemma? There are 3 types of characteristics of ethical dilemma. 3 ടൈപ്സ് ഉണ്ട്. അതിലത്തെ ഫസ്റ്റത്തെ ടൈപ്പ് പറയുകയാണെങ്കിൽ there is a right and wrong choice. In an ethical dilemma, you must decide between doing the right thing and the wrong thing. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫേമിൽ ഒരു റൈറ്റ് തിങ് ഉണ്ടാവും, റോങ് ചോയ്സും റൈറ്റ് ചോയ്സും ഉണ്ടാവും, റോങ് ചോയ്സും ഉണ്ടാവും. അപ്പോൾ ഇന്ത്യൻ എത്തിക്കൽ ഡൈലമ യു മസ്റ്റ് ഡിസൈഡ് ബിറ്റ്വീൻ ഡൂയിങ് ദ റൈറ്റ് തിങ് ആൻഡ് ദ റോങ് തിങ്. അപ്പം നമ്മൾ ഡിസൈഡ് ചെയ്യണം റൈറ്റ് തിങ് ആണോ റോങ് തിങ് ആണോ. നമുക്കറിയില്ല റൈറ്റ് തിങ് ആണോ റോങ് തിങ് ആണോ ഞങ്ങൾ ചൂസ് ചെയ്യാൻ പോകണമെന്ന്. ഞങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടേ അറിയുള്ളൂ റൈറ്റ് തിങ് ആണോ റോങ് തിങ് ആണോ. അങ്ങനെ ഇതിലത്തെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കൺഫ്യൂസായി നിൽക്കുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പറയുക എത്തിക്കൽ ഡൈലമ. അതിലത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സാണ് ഫസ്റ്റത്തെ. സെക്കൻഡ് ഒന്ന് പറയുകയാണെങ്കിൽ someone or something could be hurt. In an ethical dilemma, someone or something could be harmed if the wrong decision is made. അതായത് നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു നോക്കി, അപ്പോൾ വേറൊരു ഡിസിഷൻ അതിൻ്റെ രീതിയിൽ നമ്മളെ ഹാർട്ടാക്കും. ഇൻ എൻ എത്തിക്കൽ ഡൈലമ someone or something could be harmed if the wrong decision is made. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഞങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി മാത്രം നോക്കിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു അടി കിട്ടും, നല്ല ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. ക്വാളിറ്റി മാത്രം നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. ഞങ്ങളിപ്പോൾ അതേ സമയം പ്രോഫിറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി കിട്ടില്ല. ക്വാളിറ്റി കാരണം അങ്ങനെ സെയിലൊന്നും പോവില്ല. അങ്ങനെയൊക്കെ കാരണങ്ങളുണ്ടാവും. അതാണ് ഈ 2 കാരണങ്ങളാണ് പറയുന്നത്. അത് ഒന്ന് മാത്രം സെലക്ട് ചെയ്താൽ കുഡ് ബി ഹേർട്ട്, വേറെ രീതിയിൽ അത് ഹാർട്ടാക്കും. അതാണ് സംതിങ് കുഡ് ബി ഹാംഡ് ഇഫ് ദ റോങ് ഡിസിഷൻ ഈസ് മെയ്ഡ്. തേർഡ് പറയുകയാണെങ്കിൽ ദേ ഓഫൻ ഡീൽ വിത്ത് വാട്ട്സ് ലീഗൽ. ഞങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് ലീഗലായിട്ട് ശരിയായ വഴി കൂടെ മാത്രമേ ഇത് പോവുള്ളൂ. അതാണ് 3 ടൈപ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എത്തിക്കൽ ഡൈലമാസ്. നെക്സ്റ്റ് നമുക്ക് പോവാം. വാട്ട് ആർ ദ 4 എത്തിക്കൽ ഡൈലമാസ്? എന്തൊക്കെയാണ് 4 എത്തിക്കൽ ഡൈലമാസ് പറയുകയാണെങ്കിൽ LDRS 111 you were introduced to 4 different ethical dilemma paradigms: truth versus loyalty, short term versus long term, individual versus community, and justice versus mercy. These are the 4. ഏതൊക്കെയാണ്? ട്രൂത്ത് വേഴ്സസ് ലോയാലിറ്റി 1, ഷോർട്ട് ടേം വേഴ്സസ് ലോങ് ടേം 2, ഇൻഡിവിജ്വൽ വേഴ്സസ് കമ്മ്യൂണിറ്റി 3, and justice versus mercy. These are the 4 ethical dilemmas were introduced by the LDRS 111. ഇത് LDRS 111 ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ 4 എത്തിക്കൽ ഡൈലമാസ്. അതാണ് ഇത് 4 എത്തിക്കൽ ഡൈലമാസ്. നെക്സ്റ്റ് നമുക്ക് പോവാം. വാട്ട് കോസസ് എത്തിക്കൽ ഡൈലമ? എത്തിക്കൽ ഡൈലമ ഉണ്ടാവാൻ കാരണം എന്താണ് നമുക്ക് നോക്കാം. എത്തിക്കൽ ഡൈലമാസ് മേ occur because of conflicting values between
2 or more people in an organization. പറഞ്ഞില്ലേ നേരത്തെ, ഒരു ഓർഗനൈസേഷനിൽ 2 3 അതിൽ കൂടുതൽ ആൾക്കാരോ ഈ ഡിസിഷൻ രണ്ട് ഡിസിഷൻ ഉണ്ടാവും അവരുടെ ഫ്രണ്ടിൽ. അതിലത്തെ ഈ ഡിസിഷനാണോ ശരി, ഈ ഡിസിഷനാണോ ശരി, ഈ ഡിസിഷൻ എടുത്താലാണോ നമുക്ക് ലാഭം കിട്ടുക, അതോ ഈ ഡിസിഷൻ എടുത്താലാണോ നമുക്ക് ലാഭം കിട്ടുക, ഇതിലത്തെ ഏതാണ് നഷ്ടം ഒന്നും അറിയാതെ, ഇതിലത്തെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊന്നും അറിയാതെ കൺഫ്യൂസായി നിൽക്കുന്ന ഒരു സ്റ്റേജിനെയാണ് ഞങ്ങൾ ഈ സ്റ്റേജ് ഉണ്ടാവുന്നതിനെ ആണ് ഈ സ്റ്റേജ് ആവുന്നതാണ് ഈ കോസ് ഓഫ് എത്തിക്കൽ ഡൈലമ. ഇങ്ങനെയാണ് ഒരു എത്തിക്കൽ ഡൈലമ ഉണ്ടാകുന്നത്. നമുക്ക് എന്തെടുക്കണം എപ്പോൾ എടുക്കണം ഒന്നും അറിയില്ല, ഏത് ശരി ഏത് റോങ് ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജാണ് ഈ എത്തിക്കൽ ഡൈലമിനെ കൊണ്ടുവരുന്നത്. വൺ മാനേജർ മേ വാല്യൂ പ്രോഡക്റ്റ് ക്വാളിറ്റി ഓർ ക്വാണ്ടിറ്റി വൈൽ അനദർ മാനേജർ മേ വാല്യൂ ത്രിഫ്റ്റ്നെസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം വൺ മാനേജർ മേ വാല്യൂ, അതായത് ഒരു മാനേജർ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മാത്രം നോക്കിയിട്ട് വരികയാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടില്ല. ദേ വോണ്ട് ഗെറ്റ് പ്രോഫിറ്റ് ബിക്കോസ് ക്വാളിറ്റി മാത്രം നോക്കി ഒരാൾ വാങ്ങിക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് പൈസ കുറവ് കിട്ടിയതെന്ന് നമുക്ക് നഷ്ടമല്ലേ, ക്വാളിറ്റി മാത്രം നോക്കി പറഞ്ഞാൽ. അതുകൊണ്ട് പ്രോഫിറ്റ് കിട്ടില്ല. അതേസമയം നമ്മളിപ്പോൾ പ്രോഫിറ്റ് മാത്രം നോക്കിയിട്ടാണെങ്കിൽ ചെയ്യുന്നത് പറഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടാവില്ല. എങ്ങനെ ഇപ്പോൾ മാർക്കറ്റിൽ എങ്ങനെ പ്രോഫിറ്റ് നമ്മളൊരു 50 രൂപയ്ക്ക് സാധനം വിൽക്കാൻ വെച്ചിട്ട് എന്നിട്ട് 10 രൂപയുടെ വാല്യൂ ഉള്ളൂ പറഞ്ഞാൽ നമുക്ക് കിട്ടുമോ, പ്രോഫിറ്റ് കിട്ടുമോ? ഇല്ലല്ലോ. അതാണ് ഒരു എക്സാമ്പിൾ. ഇങ്ങനെയൊക്കെയാണ് ഒരു എത്തിക്കൽ ഡൈലമ ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പോവാം. വൈ ഡു എത്തിക്കൽ ഡൈലമാസ് എക്സിസ്റ്റ്? നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ എത്തിക്കൽ ഡൈലമ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എത്തിക്കൽ ഡൈലമാസ് ക്യാൻ അറൈസ് വെൻ പീപ്പിൾ ഫീൽ പ്രഷേർഡ് ടു ഡു ഇമ്മോർട്ടൽ തിങ്സ് ടു പ്ലീസ് ദെയർ ബോസസ്. അതായത് നമുക്ക് ഇതിൽ പറയുന്നത് എത്തിക്കൽ ഡൈലമാസ് ക്യാൻ അറൈസ്. എത്തിക്കൽ ഡൈലമ ഉണ്ടാകുന്നത് നമുക്ക് എംപ്ലോയീസ് എത്തിക്കൽ ഡൈലമാസ് ചെയ്യുന്നത് കാരണം എന്ത് കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ബോസ് എംപ്ലോയീസിൻ്റെ ബോസ് ഇവരെ ഫോഴ്സ് ചെയ്യാണ്. എത്തിക്കൽ ഡൈലമ ക്യാൻ അറൈസ് വെൻ പീപ്പിൾ ഫീൽ പ്രഷർ ടു ഇമ്മോർട്ടൽ തിങ്സ് ടു പ്ലീസ് ദെയർ ബോസസ്. ബോസ് പറയുന്നതുകൊണ്ട് ഇവർ ചെയ്യുന്നത്, വേറെ നിവർത്തികേട് കൊണ്ട് ഇത് ചെയ്യുക. അതുകൊണ്ടാണ് ഇപ്പോഴും എക്സിസ്റ്റ് ആവും നിൽക്കുന്നത്. അതാണിത്. നെക്സ്റ്റ് നമുക്ക് പോവാം. സം എക്സാമ്പിൾസ് ഓഫ് എത്തിക്കൽ ഡൈലമ എക്സാമ്പിൾസ് ഇൻക്ലൂഡ്, അതായത് ടേക്കിംഗ് ക്രെഡിറ്റ് ഫോർ അതേഴ്സ് വർക്ക്. അതായത് മറ്റുള്ളവർ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കുക. അത് ഫസ്റ്റത്തെ എക്സാമ്പിൾ. സെക്കൻഡത്തെ എക്സാമ്പിൾ വന്നിട്ട് ഓഫറിങ് എ ക്ലയൻറ്റ് എ വേഴ്സ് പ്രൊഡക്റ്റ് ഫോർ യുവർ ഓൺ പ്രോഫിറ്റ്. നമ്മുടെ സ്വന്തം പ്രോഫിറ്റിന്, നമ്മുടെ ലാഭത്തിന് വേണ്ടി മറ്റുള്ള ആൾക്ക് നമ്മുടെ വേഴ്സ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക. മറ്റുള്ള ഒരു കസ്റ്റമർ ഓർ ക്ലയൻറ്റ് വാട്ട് എവർ മേ ബി നമ്മുടെ വേഴ്സ് പ്രോഡക്റ്റിന് ക്ലയൻറ്റിന് സെയിൽ ചെയ്തിട്ട് നമുക്ക് സ്വന്തം കൂടുതൽ പ്രോഫിറ്റ് മേടിക്കാം. ദിസ് ഈസ് വൺ ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് എത്തിക്കൽ ഡൈലമാസ് ഇൻക്ലൂഡ്. ഓക്കെ, തേർഡ് വന്നിട്ട് യൂട്ടിലൈസിങ് ഇൻസൈഡ് നോളജ് ഫോർ യുവർ ഓൺ പ്രോഫിറ്റ്. അതാണ് തേർഡ് എക്സാമ്പിൾ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ദിസ് ആർ ദ സം എക്സാമ്പിൾസ് ഓഫ് എത്തിക്കൽ ഡൈലമാസ്, ദീസ് ത്രീ. ഓക്കെ, വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഹൗ ഡു യു സോൾവ് ഡൈലമ. എങ്ങനെയാണ് നമ്മൾ ഈ ഡൈലമേനെ സോൾവ് ചെയ്യുക? നമുക്ക് നോക്കാം. Choose the option that offers greatest good and lesser evil in that particular situation. അതായത് എങ്ങനെ ഡൈലമേനെ സോൾവ് ചെയ്യുക എന്ന് വെച്ചാൽ, ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് ഓഫേഴ്സ് ഗ്രേറ്റസ്റ്റ് ഗുഡ്. നമ്മൾ മാക്സിമം നോക്കിയിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുക. എന്താ നല്ല ഗ്രേറ്റസ്റ്റ് ഗുഡ്, അതായത് നല്ല ലാഭവും നല്ല ക്വാളിറ്റി ക്വാണ്ടിറ്റി പ്രോഫിറ്റൊക്കെ നോക്കിയിട്ട് തക്കതായ ഒരു ഇതെടുക്കുക, ചൂസ് ദ ഓപ്ഷൻ എടുക്കുക. ആൻഡ് ലെസ്സർ എവിൽ, നമുക്ക് നാശനഷ്ടങ്ങളൊന്നും അധികം ഇല്ലാത്ത ഒരു തക്കതായ ഒരു ഡിസിഷൻ എടുക്കുക. അതാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഡൈലമേനെ സോൾവ് ചെയ്യാൻ പറ്റും. അടുത്തത് വന്നിട്ട് ഇൻ ഓർഡർ ടു സോൾവ് എത്തിക്കൽ പ്രോബ്ലംസ് ഓർഗനൈസേഷൻ ഷുഡ് ഡെവലപ്പ് സ്ട്രിക്റ്റ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഫോർ എംപ്ലോയീസ്. നമ്മൾ നേരത്തെ എങ്ങനെ ഡൈലമ എക്സിസ്റ്റ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അതിൽ പറയണ പോലെ തന്നെ അതിൽ അവർ മാനേജേഴ്സ് ഇവരെ ഫോഴ്സ് ചെയ്യുന്ന എംപ്ലോയീസിനെ ഫോഴ്സ് ചെയ്യാണ്
ഇതിൽ എങ്ങനെ സോൾവ് ചെയ്യുന്ന കേട്ടാൽ അതേ തന്നെ എംപ്ലോയീസിനൊക്കെ മാനേജേഴ്സ് തന്നെ സ്ട്രിക്റ്റ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഫോർ എംപ്ലോയീസ്, ഇങ്ങനെ സ്ട്രിക്റ്റ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഫോർ എംപ്ലോയീസ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഇതാണ് അങ്ങനെയാണ് സോൾവ് ചെയ്യുക എംപ്ലോയീസ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഓക്കെ.